ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ സത്യം പറഞ്ഞാൽ എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം എന്നൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. കുറേ നാളായി ഞാൻ വീഡിയോസ് ഇട്ടിട്ട്. അപ്പോൾ എന്തായാലും ഒരു സ്റ്റാർട്ടിങ് എന്നുള്ള രീതിക്ക് ഞാൻ ഒരു കുഞ്ഞു വ്ളോഗോട് കൂടിയിട്ട് തന്നെ തുടങ്ങുകയാണ്. അപ്പോൾ ഇന്ന് ഞാനും അമ്മയും ചേച്ചിയുടെ മക്കളും ചേട്ടനും എല്ലാവരും കൂടിയിട്ട് ഗുരുവായൂർ ആനക്കോട്ട, അതായത് നമ്മുടെ പുന്നത്തൂർ ആനക്കോട്ട കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ചേച്ചിയുടെ വീട് അവിടെ നിന്ന് തൊട്ടടുത്താണ്. എപ്പോഴും ചേച്ചിയുടെ വീട്ടിൽ പോവാറുണ്ട്, അവിടെ നിൽക്കാറുണ്ടെങ്കിലും ഇതുവരെയും ആനക്കോട്ടയിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ആനക്കോട്ടയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ടിക്കറ്റിന് അഡൾട്ട്സിന് 20 രൂപയും പിന്നെ 20-25 ആ ഒരു റേഞ്ചിലാണ് പൈസ വരുന്നത്. പിന്നെ ചിൽഡ്രൻസിന് 10 രൂപയാണ്, അതായത് 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക്. അങ്ങനെ നമ്മൾ കയറി റൈറ്റ് സൈഡിലോട്ടാണ് നടക്കുന്നത്. അപ്പോൾ ലെഫ്റ്റിലും റൈറ്റിലൊക്കെ ആയിട്ട് ഒരുപാട് ആനകൾ ഉണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഇത്ര അധികം ആനകൾ ഒരുമിച്ച് കാണുന്നത് ആദ്യമായിട്ടാണ്. പിന്നെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ആനയ്ക്ക് കുറേ അധികം പ്രായമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തറിയൊക്കെ ഒരു പ്രത്യേക ഷേപ്പിലൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അതിപ്പോൾ മിസ്സിങ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് അത് ശരിക്കും കാണിക്കാതിരുന്നത്. പിന്നെ ഒരുപാട് ആനകളുണ്ടായിരുന്നു കണ്ടോ. ഈ സംഭവങ്ങളൊക്കെ ആനകളെ കുഴിച്ചിട്ടതൊക്കെയാണെന്നാണ് ഉണ്ണിക്കുട്ടൻ പറഞ്ഞത്. എനിക്കറിയില്ല കേട്ടോ, ഇത് നടക്കുന്നതാണ് ഉണ്ണിക്കുട്ടൻ, അവനങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കണ്ടപ്പോൾ എനിക്കങ്ങനെ തോന്നി, സത്യമാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓരോ ഗോസിപ്പൊക്കെ പറഞ്ഞ് തള്ളി മറിച്ച് ഞാൻ നടക്കുകയാണ്. ഓരോ ആനകളുടെ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ പറഞ്ഞിട്ട്. അമ്മയ്ക്ക് ആനകളെ ഭയങ്കര പേടിയാണ്. സത്യം പറഞ്ഞാൽ എനിക്കും നല്ല പേടിയായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ പേടി വരാൻ കാരണം ഞാനൊരു ആനയോട്ടത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പണ്ട്. ഞങ്ങളുടെ അടുത്ത് അമ്പലമുണ്ട്, ആയിരങ്കാവ് അമ്പലം. അവിടെ ഞാൻ ചെറുപ്പത്തിൽ ആന ഓടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ചേച്ചിയൊക്കെ കൂടിയിട്ട് ഒരു വീടിൻ്റെ അവിടെ കയറി നിൽക്കലും അങ്ങനെ കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഷോക്കിൽ എനിക്ക് ആനകളെ നല്ല ടെൻഷനായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ ആ ഒരു പേടിയില്ല കേട്ടോ. പേടി മൊത്തത്തിലില്ല എന്നല്ല, എന്നാലും പേടി നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ട്. എനിക്കിപ്പോൾ അവരുടെ ചില കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ടൊക്കെ തോന്നാറുണ്ട്. വലിയൊരു ശരീരമാണെങ്കിലും അവരുടെ ചില കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ടൊക്കെ കുറച്ച് ഇഷ്ടത്തോടെ കൂടെ കാണാൻ പറ്റാറുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ചെയ്യണുണ്ട്, കാല് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട് ആനകൾ ചെവിയൊക്കെ ഇങ്ങനെ ആട്ടി അവരുടെ ഓരോ കാര്യങ്ങളൊക്കെ കാണാൻ. പിന്നെ ചില ആനകൾ മേല് മണ്ണൊക്കെ ഇട്ട് മണ്ണിൽ കുളിച്ചിട്ട് പട്ടയൊക്കെ ഇട്ടിട്ടൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. കാരണം ഈ നല്ല ചൂടല്ലേ, ഒന്നാമതേ അവർ കറുപ്പ് കളറ്. അപ്പോൾ ഇത്രയും ചൂടും വലിയൊരു ശരീരം എങ്ങനെ സഹിക്കുക അവർക്ക്? അതുകൊണ്ടൊക്കെ ആയിരിക്കാം മിക്ക ആനകളുടെ മേല് ഫുള്ള് മണ്ണാണ്. ചില ആനകൾ മണ്ണിൽ കുളിച്ച് ചുവന്ന കളറായിട്ടാണ് നിൽക്കുന്നുണ്ടത്. അങ്ങനെ ഈ വീഡിയോസ് ചെരിച്ച് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നേരെ കാണിച്ചിട്ട് സൂം ചെയ്യുമ്പോൾ ക്ലാരിറ്റി പോകണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നിങ്ങൾ ചെരിഞ്ഞ് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള ആനകളുടെ കുറേ വികൃതികളും പിന്നെ നല്ല രസമാണ്. ചില ആനകൾ ഇങ്ങനെ ആടി നിൽക്കലും നല്ല അടിപൊളിയായിട്ട് കുറേ കണ്ടു കേട്ടോ. പിന്നെ കുറേ വയസ്സായ ആനകളുണ്ടായിരുന്നു. ഇതെന്ന് പറയുമ്പോൾ ആന പരിപാലന കേന്ദ്രം കൂടിയാണ്. അതായത് കുറേ ആനകളുണ്ട്, 40-ന് മേലെ ആനകളുണ്ട്. പക്ഷെ നമുക്ക് എല്ലാവരും ഒന്നും കാണാൻ പറ്റില്ല, നമുക്ക് കുറച്ച് പേരെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. കുറേ പേര് ഉത്സവത്തിനൊക്കെ പോയിട്ടുണ്ടായിരിക്കും. പിന്നെ ഈ ആനക്കോട്ട ഒരുപാട് വ്യാപിച്ച് കിടക്കുന്നൊരു സ്ഥലമാണ്. അപ്പോൾ നോ എൻട്രി എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. നിങ്ങൾക്ക് ഈ ആനയുടെ ബാക്ക് സൈഡിലൊരു വഴി കാണാം. പിന്നെ ഞാൻ സൂം ചെയ്യുന്നുണ്ട്, അവിടെയൊക്കെ ആനകളുണ്ട് കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ ചെവി ആട്ടണതൊക്കെ കാണാൻ പറ്റും. ആ ഒരു ഭാഗത്ത് ഒരുപാട് ആനകളുണ്ട്. പക്ഷെ അങ്ങോട്ടേക്ക് നമുക്ക് കടക്കാൻ പറ്റാത്ത കാരണമാണ് കേട്ടോ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാത്തത്. അതുകൊണ്ട് ഞാൻ നൈസായിട്ടൊന്ന് സൂം ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള ആനകളൊക്കെ അവിടെ ആയിരിക്കും. പിന്നെ കുറേ ആനകൾ ഉത്സവത്തിനൊക്കെ പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇതെന്ന് പറയുമ്പം വയസ്സായിട്ടുള്ള ആനകളും ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ കുറേ നാൾ മുമ്പ് നമ്മുടെ ഹൈക്കോടതി ഒരു കേസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഗുരുവായൂർ ആനക്കോട്ടയിൽ കുറേ ആനകൾ ഉപദ്രവിക്കലും പിന്നെ പാപ്പാന്മാർക്ക് കേസെടുക്കലും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാനത് കഴിഞ്ഞിട്ട് അതിന് ശേഷമാണ് ഞാൻ പോയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല, പ്രോബ്ലം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ഞാൻ ആനയുടെ കാലും എന്താ പറയുക മേലൊക്കെ ഞാൻ പരിശോധിക്കരുത്, കാരണം എന്തെങ്കിലും മുറിവോ കാര്യങ്ങളോ ഉണ്ടോയെന്ന്. പക്ഷേ എനിക്കങ്ങനെ കണ്ടില്ല കേട്ടോ. അപ്പം ഈ ഒരു ആനനെ കണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ആനയാണ് കേട്ടോ. ഗുരുവായൂർ ആനക്കോട്ടയിൽ വെച്ചിട്ടേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ആനയാണ്. ആൾ സലാമൊക്കെ തരുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ആടി നിൽക്കുകയായിരുന്നു. എല്ലാ ആൾക്കാരും ആളെ കാണാൻ വേണ്ടിയിട്ട് മാത്രം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് അതായത് ഈ കുറുമ്പനെ നമ്മുടെ സുരേഷ് ഗോപി ഇല്ലേ, അദ്ദേഹം നടയിരുത്തിയിട്ടുള്ള ആനയാട്ടോ. പിന്നെ അതുപോലെ ഒരുപാട് വലിയ ആൾക്കാരൊക്കെ നടയിരുത്തിയിട്ടുള്ള ഒരുപാട് ആനകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇവരുടെ നല്ല ക്യാരക്ടറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ആനകളുടെ ചെറിയ ക്യൂട്ടായിട്ടുള്ള ക്യാരക്ടറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം കണ്ടൊരു കൂട് കണ്ടോ, അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആനകളെ പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഇവിടെ കൊണ്ടുവരുന്ന സമയത്ത് പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളൊരു കൂടാണ് കേട്ടോ. അപ്പം അങ്ങനെ എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റിയതൊക്കെ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് കേട്ടോ. അപ്പോഴൊക്കെ പേടിയൊക്കെ ഉണ്ട്, എന്താ വെച്ചാൽ ആന ഓടുമ്പോൾ ഒരു ചെറിയ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നല്ലാതെ കുറേയൊക്കെ പേടി മാറി എനിക്ക്. പിന്നെ കുറേ ഗജവീരന്മാരുണ്ടായിരുന്നു, കുറേ പെണ്ണാനകളുണ്ടായിരുന്നു, അതായത് പിടിയാനകളുണ്ടായിരുന്നു. പിന്നെ അവിടെ ഇവിടെയൊക്കെ ഫുൾ ആനകളായിരുന്നു. അപ്പോൾ നല്ല രസമായിരുന്നു അങ്ങോട്ടും ഇവിടെയൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ 2 ടൈം നമ്മൾ റൗണ്ട് ചുറ്റി.
പിന്നെ കുറേ ആനകൾ സുന്ദര കുട്ടപ്പന്മാരായി കുളിച്ചൊരുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. കുറേ ആനകൾ മണ്ണൊക്കെ മേത്തിട്ട് ചോന്ന കളറിൽ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുളിക്കുന്നുണ്ടായിരുന്നു. ഇവർക്ക് ഈ കുളി എന്ന് പറയുമ്പോൾ 4.5 മണിക്കൂർ 5 മണിക്കൂറൊക്കെ നിൽക്കൂത്രേ. മിനിമം 3 മണിക്കൂർ 3.5 മണിക്കൂറെങ്കിലും ഉണ്ടാവൂത്രേ. പിന്നെ ഇത്രയധികം ആനകളെ കാണിച്ചിട്ട് ആരുടെയും പേര് പറഞ്ഞില്ലല്ലോ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ സത്യം പറയാലോ എനിക്ക് ഒറ്റ ആനകളുടെ പേരറിയില്ല. കാരണം ഒറ്റ ആനയുടെ അടുത്തും പാപ്പാന്മാരുണ്ടായിരുന്നില്ല. പിന്നെ ഉള്ള പാപ്പാന്മാരാണെങ്കിൽ നല്ല തിരക്കിലായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പേരൊന്നും പറയാതിരുന്നത്. അങ്ങനെ പിന്നെ ഇത് വയ്യാത്തൊരു ആനയാണ് കേട്ടോ. അങ്ങനെ കുറേ അധികം ആനകളുണ്ടായിരുന്നു. പിന്നെ ഇത് അവിടുത്തെ അമ്പലമാണ്, പൂജയൊക്കെ നടക്കുന്ന ഒരു അമ്പലമാണ്. പിന്നെ അവിടെ കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ ടാറ്റാ.